ഹായ് ഫ്രണ്ട്സ്, ഇന്ന് യാഷിക എഴുതിയിരിക്കുന്നൊരു മെയിലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് യാഷിക, യഥാർത്ഥ പേരല്ല. ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു. എൻ്റെ പപ്പ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്തോ നാടും വീടും വിട്ട് താമസിക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു വർഷം കൂടി ഇരിക്കുമ്പോഴേക്കും വിസിറ്റിംഗ് വിസയ്ക്ക്, അതും എൻ്റെ അവധിക്കാലത്ത് അങ്ങോട്ട് പോയിട്ട് വരും. പിന്നെ പപ്പ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരും. അല്ലാതെ അവിടെ പോയി താമസിക്കാൻ എൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. സാധാരണ ഒരു സ്ത്രീകൾക്കും അങ്ങനെ ഒരു സ്വഭാവമില്ല. ഏതെങ്കിലും വിദേശ രാജ്യത്തെ ഭർത്താവാണെങ്കിൽ കൂടും കുടുക്കി എടുത്തോണ്ട് അവിടെ പോകുന്നതാണ്. പക്ഷേ അമ്മയ്ക്ക് ആ ചിന്തയുമില്ല. എനിക്ക് പക്ഷേ ആ രാജ്യത്ത് പോയി നിൽക്കാൻ ഇഷ്ടമാണ്. എങ്കിലും അമ്മയുടെ ഈ ആറ്റിറ്റ്യൂഡ് കാരണം എനിക്കൊട്ട് പോകാനും പറ്റില്ല. വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു തറവാട് വീടുണ്ട്. അത് പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന വീടാണ്. ഇപ്പോൾ വലിയ വീട് വെച്ചെങ്കിലും ആ വീടിനും യാതൊരു കുഴപ്പമില്ല. നല്ല വീട് തന്നെയാണ്. അവിടെ പലരും മാറി മാറി താമസിക്കാറുണ്ട്. ഫാമിലിയായിട്ടും ഉദ്യോഗസ്ഥരായിട്ടും ഒക്കെ ഒന്ന് താമസിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പപ്പ വാടകയ്ക്ക് കൊടുക്കുകയുള്ളൂ. വാടകയൊക്കെ അമ്മയാണ് മേടിക്കുന്നത്. അതൊന്നും പപ്പ ശ്രദ്ധിക്കുകയില്ല. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി സെറ്റപ്പ്. ഒറ്റ മകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പപ്പയ്ക്ക് എന്നോട് അമിത വാത്സല്യമാണ്. എൻ്റെ അമ്മ കുറച്ചൊക്കെ സ്ട്രിക്റ്റാണ്. കാണാൻ ചെറുപ്പവും സുന്ദരിയാണ്. പക്ഷേ മോഡേൺ വസ്ത്രങ്ങളോടൊന്നും താല്പര്യമില്ല. പപ്പ വരുമ്പോൾ ഒത്തിരി മോഡേൺ വസ്ത്രങ്ങൾ കൊണ്ടുവരും. അതൊന്നും അമ്മ ഇടില്ല. പിന്നെ ഇടുന്നുണ്ടായിരിക്കാം. വന്നു കഴിയുമ്പോൾ ഭർത്താവിനോട് ഭയങ്കര സ്നേഹവും അട്രാക്ഷനും അടുപ്പവും ഒക്കെയാണ്. മുറിക്കുള്ളിൽ ഇടുവെന്ന് അമ്മ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിൻ്റെ അച്ഛൻ കാണാൻ വേണ്ടിയിട്ട് ഞാനതൊക്കെ ഇടും. അല്ലാതെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലെന്ന്. ഞാൻ പറയാം, അമ്മേ, മോഡേണായിട്ട് വസ്ത്രം ധരിക്കുന്നതിൽ എന്താ കുഴപ്പമൊന്ന്? കുഴപ്പമൊന്നുമില്ല, നീ അങ്ങ് ധരിച്ചാൽ മതി എന്ന് പറയും. എങ്കിലും അച്ഛൻ കൊണ്ടുവരുന്ന മോഡേണായിട്ടുള്ള ഇറക്കം കുറഞ്ഞ ടോപ്പൊക്കെ ഞാൻ ഇടുമ്പോൾ അമ്മ പറയും, വേണ്ട, ഇളക്കക്കാരികളാണ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഇടുന്നതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് 10ലൊക്കെ പഠിക്കുമ്പോൾ എന്താ അമ്മ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ലായിരുന്നു. +2 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇളക്കക്കാരികളുടെ വസ്ത്രം എന്ന് പറഞ്ഞത് എന്താണെന്ന്. ഞാൻ അപ്പോൾ അമ്മയോട് പറഞ്ഞു, എനിക്കിത്തിരി ഇളക്കമുണ്ടെന്ന് വിചാരിച്ചോളൂ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മയ്ക്ക് ഇളക്കമില്ലല്ലോ, അതുകൊണ്ട് അമ്മ മലയാളി മങ്കയായിട്ട് നടന്നോളൂ എന്ന് പറയും. പെണ്ണിനല്ലെങ്കിലും വലിയ നാക്കാണ്, പ്രായത്തിൽ കവിഞ്ഞ് നാക്കും മറ്റു കാര്യങ്ങളുമുണ്ടെന്ന് അമ്മ എന്നോട് പറയും. ഇളക്കക്കാരായ നിങ്ങളുടെ രണ്ടുപേരുടെയും മകളല്ലേ ഞാൻ, അതുകൊണ്ട് എനിക്കെല്ലാം ഇത്തിരി കൂടുമെന്ന് ഞാനും പറയും. ഞാനും ഒരു പഠിച്ച കള്ളിയാണേ. കാര്യം കുറച്ചൊക്കെ നല്ല സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് വരെയുള്ളൂ എനിക്കൊരു മന്ദത, ഒന്നും അറിയാതിരുന്നത്. ഞാൻ പിന്നെ +2 പോയപ്പോഴേക്കും അമ്മയേക്കാൾ എല്ലാം പഠിച്ച് സർവ്വവിജ്ഞാന കോശമായിരിക്കുകയാണ്. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ തരികിടകൾ എൻ്റെ മനസ്സിലും ഉണ്ട്. പക്ഷേ പ്രാക്ടിക്കലായി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല താനും. പിന്നെ ഞങ്ങൾ വീടിന് ജസ്റ്റ് ഓപ്പോസിറ്റ് റോഡ് സൈഡിലാണേ. അതിൻ്റെ ഓപ്പോസിറ്റും ഇതേപോലെ തന്നെ ഒരു ഫാമിലിയുണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അയാൾ വല്ലപ്പോഴും വരികയുള്ളൂ. ചേച്ചിക്ക് ഇതുവരെ കുട്ടികളായിട്ടുമില്ല. ഒത്തിരി വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അമ്മായിമ്മയും അവിടെ ഉണ്ട്. ഇത്തിരി പ്രായമായ ഒരാളാണ്. അവർ രണ്ടുപേരും മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ചേച്ചി എപ്പോഴും ഇങ്ങോട്ട് വരും. പിന്നെ ഞാൻ +1 ആയപ്പോൾ ചേച്ചി പറഞ്ഞു, ഇടി ഒരു കാര്യം ചെയ്യാം, ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ളവളാണ്, എൻ്റെ അടുത്ത് പിള്ളേരൊക്കെ ട്യൂഷന് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ആരും വരുന്നില്ല. ഞാൻ ഒട്ടും പറഞ്ഞിട്ടുമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് പിള്ളേർ, ഒരു 5-6 പിള്ളേർ സ്ഥിരം ഇവിടെ വരികയായിരുന്നെങ്കിൽ എനിക്കൊരു വരുമാനമാകും. ഇനി അതല്ല, എൻ്റെ നേരെ അങ്ങ് പോയി കിട്ടും, വരുമാനം എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ 5-6 സുഹൃത്തുക്കളെ അവിടെ കണക്ട് ചെയ്യിപ്പിച്ചത്. ഞാനവിടെ ട്യൂഷൻ പോകാൻ തുടങ്ങി. നേരത്തെ ട്യൂഷൻ സെൻ്ററിലായിരുന്നു. ചേച്ചി പഠിപ്പിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും അവർ ഇത്രയും മിടുക്കിയായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും പിന്നീട് ഞാൻ അവിടെയാണ് ട്യൂഷന് പോകുന്നത്. ഇപ്പോഴും എനിക്ക് കെമിസ്ട്രിയും വേറെ ചില സബ്ജക്റ്റുകളും ഡിഗ്രിക്ക് പുള്ളിക്കാരി പറഞ്ഞു തരാറുണ്ട്. 6 തൊട്ട് 7:30 വരെ ഞാൻ അവിടെ ആയിരിക്കും. പുള്ളിക്കാരി 5 മണിയാകുമ്പോൾ തൊട്ടേ ട്യൂഷൻ തുടങ്ങും. രാവിലെയുമുണ്ട്. ഇപ്പോൾ കുട്ടികൾ കുറച്ച് അധികമുണ്ട്. വൈകുന്നേരം പക്ഷേ അധികം ആളുകളില്ല. ഞങ്ങളൊരു 5-6 പേര് മാത്രമേ ഉള്ളൂ. ഡിഗ്രിക്കാർ വേറെ 2 പേരുടെ ഉണ്ട്. അങ്ങനെയാണ്. ചേച്ചി എനിക്കൊരു ആശ്വാസമാണ്. എന്ത് വേണമെങ്കിലും പറയാം, കൂട്ടുകാരെ പോലെയാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ചേച്ചി ഒട്ടും ഇഷ്ടമല്ല. കാണുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കും. വന്നു കഴിയുമ്പോൾ പറയും, അവൾ നിൻ്റെ ടൈപ്പാണ്. ഞാൻ ചോദിക്കും, എന്താ എൻ്റെ ടൈപ്പ്? അല്ല, നോക്ക്, ഓരോ വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഭർത്താവ് ഇവിടെ ഇല്ല. ഇവൾ പിന്നെ ആരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്? ഇവൾക്ക് കുറച്ച് മെനയായിട്ട് നടന്നുകൂടെ? അവിടെ ഇവിടെയും കാണിച്ചുകൊണ്ട് നടക്കുകയാണെന്നും. ഞാൻ പറഞ്ഞു, അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കുന്നു, അതിന് അമ്മയ്ക്ക് എന്താ? നീ അവിടെ കൂടെ ചേരും, അതുകൊണ്ടല്ലേ ട്യൂഷനാണെന്ന് പറഞ്ഞ് അവിടെ ഒട്ടിപ്പറ്റിയത്. എന്തിനു സപ്പോർട്ട് ചെയ്യാൻ ഒരു അച്ഛനുണ്ടല്ലോ. ഞാൻ എന്താ പറയുക?
അമ്മയ്ക്ക് ആ ചേച്ചിയുടെ അസൂയാണ്. പിന്നെ ഞാൻ എന്തിനാ അവളോട് അസൂയ എടുക്കുന്നത്? അസൂയപ്പെടാൻ ഒരു കാര്യമില്ല. കുറച്ച് സൗന്ദര്യമുണ്ട്, അത്രേ ഉള്ളൂ. അവളെക്കാൾ സുന്ദരിയാ ഇപ്പോഴും ഞാൻ. പിന്നെ അവൾക്ക് കുട്ടികളുമില്ല. ഞാൻ പറഞ്ഞു, അമ്മ വെറുതെ അവരെ വെറുക്കരുത്, അവരൊരു പാവമാണെന്ന്. ഓക്കെ, പാവമാണെന്ന് ഞാൻ സമ്മതിച്ചു. രണ്ടു പാവങ്ങളും കൂടെ പോയി അവിടെ ഇരുന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ചോദിച്ചു, എന്ത് പ്രശ്നം? അല്ല, അവൾ ആണുങ്ങളെയൊക്കെ നോക്കുന്ന ടൈപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ നീയും ചേർന്ന് പേരുദോഷം വരുത്തി വെക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അമ്മയെപ്പോലൊരു ശീലാവധിയിലുള്ളപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്ത് പേരുദോഷം വരുത്തി വെക്കാനാണ്? എന്ത് പേരുദോഷം ഉണ്ടായാലും അമ്മയോടുണ്ടല്ലോ, അതുകൊണ്ട് അത് അലിഞ്ഞിങ്ങില്ലാതാകുമെന്ന് പറഞ്ഞു. അമ്മ എന്നെ അടിക്കാൻ വന്നു. ഞാൻ അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. കഴിഞ്ഞ ഒരു വർഷം, അതായത് കഴിഞ്ഞ സെപ്റ്റംബറിലോ മറ്റോ ആണ് ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട്ടിൽ ഒരു പുതിയ ആൾ വന്നത്. അതിനു മുമ്പ് 6 മാസം ആ വീട് വെറുതെ കിടക്കുകയായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരാരും ചോദിച്ചില്ല. മുൻപുള്ള ഫാമിലി പോവുകയും ചെയ്തു. ഇതിപ്പോൾ ഒറ്റയ്ക്കാണ്. പക്ഷേ അദ്ദേഹം വളരെ ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. എൻ്റെ പപ്പയുടെ അതേ പ്രായമാണ്. പപ്പ അങ്ങേരോട് സംസാരിച്ചെല്ലാം ഉറപ്പുവരുത്തി വാടകയ്ക്ക് കൊടുക്കാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ താമസമാക്കി. പപ്പയാണ് അയാളോട് ഡയറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. പുള്ളി വിവാഹിതനാണ്, 2 വലിയ മക്കളുമുണ്ട്. പക്ഷേ ഭാര്യയുമായിട്ട് പിരിഞ്ഞ് താമസിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഗവൺമെൻറ് തലത്തിൽ വലിയൊരു ഉദ്യോഗമാണുള്ളത്. പിന്നെ അധികമൊന്നും ആരോടും മിണ്ടുന്ന ടൈപ്പല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് സമാധാനമായി. കാര്യം പപ്പ പറഞ്ഞല്ലോ അയാൾ ആരോടും അധികം മിണ്ടില്ലെന്ന്. മറ്റ് താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അമ്മയോട് വന്ന് എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് നമുക്ക് തലവേദനയാണ്. വാടക വീട്ടുകാർ ഇങ്ങോട്ട് വരുന്നതേ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അവരെ എപ്പോഴും അടുത്ത് കാണുന്നതൊന്നും അമ്മയ്ക്ക് ഒട്ടുമേ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ആരോടും മിണ്ടില്ല, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, തനിയെ താമസിച്ചോളും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി പുള്ളിക്കാരൻ മാറി. കാര്യം നല്ല വെളുത്ത നിറം, നീളമുണ്ട്, സൗന്ദര്യമുണ്ട്. എൻ്റെ അച്ഛന് പ്രായമുണ്ടെന്ന് പറയുന്നു. പക്ഷേ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ അത്രയും പ്രായം പറയില്ല. ഒരു ചെറുപ്പക്കാരനെ പോലെയാണ്. മുടിയൊക്കെ നന്നായി കളർ ചെയ്ത് ഏതോ അടിപൊളിയാണ് പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ആദ്യം എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻ്റെ ട്യൂഷൻ ടീച്ചർ തന്നെയാണ്. എടീ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ വന്ന ആളെ കണ്ടോ? നിൻ്റെ അച്ഛൻ്റെ പ്രായം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നിൻ്റെ അച്ഛൻ സുന്ദരനാണ്. പക്ഷേ പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രായം തോന്നിക്കും. ഇദ്ദേഹത്തിന് അങ്ങനൊരു കാര്യം തോന്നില്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 35 വയസ്സ് പറയും, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, നീ കണ്ടിട്ടുണ്ടോ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അമ്പല്ലോ ഏതാണ്ട് അടുത്ത് രാവിലെ പൊക്കുന്നു, ഓടാൻ പോകുന്നു, നടക്കാൻ പോകുന്നു, ജിമ്മിൽ ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബുള്ളറ്റുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ കാണുന്ന ഹീറോ ഹൗസിംഗ് കോളനിയിൽ വന്ന പോലെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി, അവസാനം ഗൾഫിൽ ഭർത്താവുള്ള ഭാര്യ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നൊരു കഥ ഇവിടെ കേൾക്കരുതെന്ന്. ഒന്ന് പോടി. സൗന്ദര്യവും കരുത്തുമുള്ള ഒരാണിനെ കാണുമ്പോൾ ഏത് പെണ്ണാണെങ്കിലും ഒന്ന് നോക്കും. രഹസ്യമായിട്ട്, പരസ്യമായിട്ട് നോക്കില്ല. അവളുടെ പേര് ചീത്തയാകും. നീ പറഞ്ഞതുപോലെ എനിക്കങ്ങനെ ചീത്ത സ്വഭാവമൊന്നുമില്ല. കുട്ടികളൊന്നുമില്ലെങ്കിലും എൻ്റെ ഭർത്താവിനെ വിശ്വസിച്ച് കഴിയുന്ന ഒരാളാണ് ഞാൻ. നല്ല പുരുഷന്മാരെ കാണുമ്പോൾ ഞാൻ നോക്കും, അത്രേ ഉള്ളൂ. അതിന് നീ ഇത്രയും എന്നെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഞാൻ ഒളിച്ചോടിയൊന്നും പോകില്ല. എന്താടി, നിനക്ക് ഒളിച്ചോടി പോകരുതോ? നീ ആണെങ്കിൽ കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്നൊരു പെണ്ണ്. ഞാൻ കെട്ടുപ്രായം തികഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? നീ ഇപ്പോൾ ഡിഗ്രിക്കല്ലേ പഠിക്കുന്നത്? അപ്പം നിന്റെ കെട്ടുപ്രായമായി. അങ്ങനെ പുറന്നു നിറഞ്ഞു നിൽക്കുന്ന പെണ്ണ് മധ്യവയസ്കനായ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങയുടെ കൂടെ ചാടിപ്പോയെന്ന് പറഞ്ഞാൽ അതല്ലേ നല്ല ഹോട്ട് വാർത്ത? ഇവിടെയാകുമ്പോൾ എനിക്ക് ഇത്രയും പ്രായമുണ്ട്, എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, ഞാൻ വേറൊരു പ്രായമുള്ളൊരുത്തിനോട് ഒളിച്ചോടിപ്പോയി കഴിഞ്ഞാൽ എന്താ? അതിലൊരു പുതുമയില്ല. കോളേജ് കുമാരിയായി കിളന്ന പെണ്ണ് കിളവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതല്ലടി നല്ല വാർത്ത. ഒന്ന് പോയിച്ചി. അങ്ങനെ കളവനൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞത്. ഇത്തിരി കളവനാണെങ്കിലും തൈക്കിളവനാണെങ്കിലും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ അല്ലേടി. ഈ അടുത്ത കാലത്തെങ്ങും ഇവിടെങ്ങും ഇങ്ങനെ ഒരാൾ വന്ന് താമസിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലും കാണാം ഇത്രയും സൗന്ദര്യമുള്ള ചെറുപ്പക്കാരോ അല്ലെങ്കിൽ പ്രായം കൂടിയവരോ ഉണ്ടോ എന്ന് ട്യൂഷൻ ടീച്ചറിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചിന്ന്. എടി, സൗന്ദര്യമുള്ള ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ നോക്കും, ആണുങ്ങൾ ചിലപ്പോൾ നോക്കിയെന്നിരിക്കും. അതേപോലെ തന്നെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളും നോക്കും, ആണുങ്ങളും നോക്കും, സൗന്ദര്യം ഇല്ലാത്തവർ നോക്കും, ആരും നോക്കും. അപ്പോൾ ഇത് പൊതുവായുള്ളൊരു കാര്യമാണ്. അങ്ങനെ സൗന്ദര്യമുള്ളവനാണ്, കൊള്ളാം, നമ്മൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. ഞാനിപ്പോൾ എന്തിനാണ് അങ്ങൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അങ്ങേരെ കൊണ്ട് ഒളിച്ചോടേണ്ട കാര്യം എന്ന് ടീച്ചർ പറഞ്ഞു. ഞാൻ പറഞ്ഞ തമാശ പറഞ്ഞതല്ലേ? ആ, ഞാനും തമാശ പറഞ്ഞതാണെന്ന് നീ അങ്ങ് വിചാരിച്ചാൽ മതി. എന്തായാലും ആദ്യത്തെ 2 മാസം പുള്ളി ആരോടും മിണ്ടില്ല. അയൽത്തുകാരോടോ എന്നോടോ അമ്മയോടോ പോലും കറക്റ്റ് കാശ് കൊണ്ടുതരും. പക്ഷേ 2 മാസം കഴിഞ്ഞ് ഒരു ദിവസം
അദ്ദേഹം അവിടെ വന്നു നിന്ന് മാഡം മാഡം എന്ന് വിളിക്കുന്നു. ഞാനാണെങ്കിൽ മുകളിൽ എൻ്റെ റൂമിലിരുന്ന് കാണുന്നുണ്ട്. അമ്മ അടുക്കളയിലാകും. ഞാൻ പുറത്ത് ആരാ മാഡം, അമ്മയാണോ? ഏത് മാഡം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുകളിലിരുന്ന് എന്താ അങ്കിൾ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നെ കണ്ടു. മോളെ എൻ്റെ കാല് മുറിഞ്ഞു കേട്ടോ, ഓയിൽമെൻറ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ഞാൻ നോക്കട്ടെ അങ്കിൾ എന്ന് പറഞ്ഞ് താഴെ വന്ന് അമ്മയോട് പറഞ്ഞു. അമ്മയോട് തന്നെ വെപ്രാളപ്പെട്ട് അയ്യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് ചെന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കാണിച്ചു കാലിൻ്റെ നഖത്തിൻ്റെ അവിടെ ഒരു മുറിവ്. എന്ത് പറ്റിയതാ? അത് ഞാൻ ചെരുപ്പിടാതെ തൊടിയിൽ കൂടി ഒന്ന് നടന്നു പോയതാണെന്ന്. എന്തിനാ ചെരുപ്പിടാതെ നടന്നത്? കല്ല് തട്ടിയതായിരിക്കുമല്ലേ എന്ന് അമ്മ അങ്ങോട്ട് ചോദിച്ചു. അതെ, എന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുതോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു വേണ്ട, എനിക്കാണെങ്കിൽ ഓയിൻമെൻറ്റ് വല്ലതും കിട്ടിയാൽ മതി, കെട്ടാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഓയിൻമെൻറ്റ് കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അമ്മ പറയണം അയ്യോ പാവ മനുഷ്യനും ഇങ്ങനെ എന്തിനാണ് ചെരുപ്പിടാതെ തൊടിയിൽ കൂടി നടന്നതും, ഇങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലയോ എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു അങ്ങേർക്ക് വട്ടായിരിക്കാം, അതുകൊണ്ട് നടന്നതാണെന്ന്. പിറ്റേ ദിവസം രാവിലെ അമ്മ പോയി സാറേ എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു കുറവുണ്ടെന്ന്. സാറിന് ചായയോ കാപ്പി വല്ലതും വേണോ? അങ്ങേര് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അമ്മ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി. പിന്നീട് എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പാത്രത്തിലാക്കി അയാൾക്ക് കൊണ്ട് കൊടുക്കും. ആദ്യമൊക്കെ അയാൾ വേണ്ടെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, പക്ഷേ എങ്കിലും അമ്മ അവിടെ വെച്ചിട്ട് പോന്നു. പിന്നെ സ്ഥിരമായിട്ട് എന്ന് രാവിലെ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. രാവിലത്തെ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും പുള്ളി കഴിക്കും. രാവിലെ പിന്നെ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പാടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അമ്മ കൊണ്ടു കൊടുക്കുന്നത്. അതൊരു തുടർക്കഥയായി. പക്ഷേ അതിൽ കോൾ അടിച്ചത് എനിക്കാണ്. കാര്യം അമ്മ വെറൈറ്റി ആയിട്ടും രുചികരമായിട്ടും ശ്രദ്ധിച്ച് ഓരോ ദിവസവും ഓരോന്നുണ്ടാക്കാൻ തുടങ്ങി. അത് കൊള്ളാം, അങ്ങേർക്ക് കൊടുക്കാനാണെങ്കിലും സൂപ്പറാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം എൻ്റെ ട്യൂഷൻ ടീച്ചർ പറഞ്ഞു അയ്യോ നിൻ്റെ അമ്മ എന്ന് രാവിലെ അയാളുടെ അടുത്തേക്ക് പോകുന്ന കാണാമല്ലോ, നിൻ്റെ അമ്മയോട് മിണ്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ എങ്ങനെ കൂടെ മിണ്ടും, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന്. അപ്പോൾ എൻ്റെ ട്യൂഷൻ ടീച്ചർ പറയുകയാണ് നിൻ്റെ അമ്മയുടെ ഭാഗ്യം, അവർ ചിലപ്പോൾ ആ സാഹചര്യം മുതലെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു കൊടുത്ത് മിക്കവാറും നിൻ്റെ അമ്മ 3 നേരം അവിടെ അങ്ങ് തങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറയരുത്, അദ്ദേഹം ഒരു പാവമാണെന്ന് തോന്നുന്നു. നീ മിണ്ടു അങ്ങേരോട്? ഇല്ല, എന്നെ കണ്ടാൽ അധികം സംസാരിക്കാറില്ല. ഇപ്പോൾ നിൻ്റെ അമ്മയോട് നല്ല സംസാരമാണോ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല, അമ്മയോട് പറഞ്ഞുമില്ല. നിൻ്റെ അമ്മയോട് നന്നായി സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും ഇനി പുള്ളിയോട് അങ്ങോട്ട് കയറി സംസാരിക്കും. അല്ല ചേച്ചിക്കിപ്പോൾ അങ്ങനോട് സംസാരിക്കേണ്ട കാര്യം എന്താ? അതെനിക്ക് തോന്നി, എനിക്ക് അസൂയാണെന്ന് വിചാരിച്ചു. എന്തായാലും അങ്ങേരോട് ഞാൻ ഇനി കയറി മിണ്ടുവന്ന് ചേച്ചി എന്തെങ്കിലും കാണിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും ചേച്ചി പിന്നീട് അയാളോട് എന്തോ പറഞ്ഞ് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയേക്കാൾ ചെറുപ്പവും മോഡേണും സംസാരപ്രിയമായ ചേച്ചിയോട് പിന്നീട് അയാൾ സംസാരിക്കാൻ തുടങ്ങി. സാറ് പോകുമ്പോൾ സാറിനെ വിഷ് ചെയ്യുക, വരുമ്പോൾ ഓടി ചെല്ലുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കുക, ചേച്ചിയുടെ വീട്ടിലെ ഫിൽറ്ററിൽ നിന്ന് പുള്ളിക്കാരന് വെള്ളം ശേഖരിച്ച് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യമായി. സാറ് വൈകിട്ട് വരുമ്പോഴേക്കും കുപ്പിയും കൊണ്ട് ഓടി അങ്ങ് ചെല്ലും. പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ദിവസം അമ്മ എന്നോട് ചോദിച്ചു നിൻ്റെ ടീച്ചർക്ക് എന്തിൻ്റെ കുഴപ്പമാടി? എനിക്ക് തോന്നുന്നത് അവൾക്ക് വല്ലാത്ത ഇളക്കം കൂടുതലായിപ്പോൾ. അങ്ങനെ കണ്ടേ പിന്നെ ചോരയും തീരുമുള്ള ഒരു സുന്ദരം വന്നേ പിന്നാണ് ഇവിടെ തനി സ്വഭാവം എനിക്ക് മനസ്സിലാകുന്നത്. നേരത്തെ എനിക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ. നോക്കണേ ഓടി അങ്ങോട്ട് ചെന്ന് കയറുന്നത് അവളുടെ ഭർത്താവിനെ പോലെയല്ലേ. ഇവളിനി ഈ നാട്ടിൽ എന്തെല്ലാം പുകയിലുണ്ടാക്കുമോ, ഇനിയൊരു സുപ്രഭാതത്തിൽ എന്തെല്ലാം കാഴ്ചകൾ എനിക്ക് കാണേണ്ടി വരും എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് എന്താ, അവർ വെള്ളം കൊണ്ട് കൊടുക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. അമ്മയുടെ വീട്ടിൽ നിൽക്കുന്നു, പുള്ളിക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, നമ്മുടെ വാടക വീട്ടിൽ താമസിക്കുകയാണ്, ഇവിടുന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒളിച്ചോട്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കല്ലേ നാണക്കേട്. ഞാൻ പറഞ്ഞു എനിക്കൊരു നാണക്കേടുമില്ല, പോയാൽ അവർക്കല്ലേ നാണക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ദേഷ്യപ്പെട്ടു. മാറിപ്പോക്കോ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അതിനുള്ള പ്രായമായിട്ടില്ല, അഹങ്കാരി പെണ്ണ് എന്നൊക്കെ എന്നെ പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ടീച്ചറേക്കാൾ ഇളക്കം ഇവർക്കാണ്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയായി പോയില്ലേ, ഒന്നും കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സംഭവം കഴിഞ്ഞതിൽ പിന്നെ അമ്മയ്ക്ക് കാതലായ മാറ്റങ്ങളുണ്ടായി. ഒരു ദിവസം രാവിലെ സാറിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വന്ന അമ്മ കുറേ തുണികൾ അടുക്കി പിടിച്ചോണ്ട് വരുന്നു. എന്താ അമ്മ ഇത്? പുള്ളിക്കാരൻ്റെ വാഷിംഗ് മെഷീൻ ഇന്നലെ കേടായി, ഇനിയിപ്പം നന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്നിനി നനയ്ക്കണമല്ലോ, അപ്പോൾ ഞാനിങ്ങനെ കൊണ്ടുവന്നാണ് നമ്മുടെ വാഷിംഗ് മെഷീനിലിട്ട് നനച്ച് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അതെന്താ
പുള്ളിക്ക് കൈകൊണ്ട് വാഷ് ചെയ്യാൻ പറ്റില്ലേ? ഒന്ന് പോട്ട്, നല്ല റെപ്യൂട്ടഡ് ആയിട്ടിരിക്കുന്നതിന് ഉദ്യോഗസ്ഥനല്ലേ? ഞാൻ പറഞ്ഞ റെപ്യൂട്ടഡ് ആണെങ്കിലും അല്ലെങ്കിലും തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇത്ര നാളാൾ ചെയ്തില്ലേ? അങ്ങയുടെ ഭാര്യയെ അയാൾ ഉപേക്ഷിച്ചതല്ലേ? നിനക്കൊന്നും അറിയില്ല ആ കാര്യങ്ങളെപ്പറ്റി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. അദ്ദേഹം ഒരു പാവമാണ്. ആ സ്ത്രീയായിരുന്നു വഴിതെറ്റിപ്പോയത്. അദ്ദേഹം ഇപ്പോഴും അവരെ ഓർത്ത് നല്ല വാക്കുകളെ പറയാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടായെന്ന് മനസ്സിലായി. അതുമാത്രമല്ല മാഡം, അയാളുടെ അടിയുടുപ്പുകളൊക്കെ അമ്മ ശ്രദ്ധയോടുകൂടി തൊടുന്നതും കഴുകുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അമ്മ പിടിവിട്ട് പോയെന്ന്. ഇനി അമ്മയെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചേച്ചിയേക്കാൾ മുന്നേ അമ്മ സ്കോർ ചെയ്യുമെന്ന് എനിക്കറിയാം. അങ്ങനെ എൻ്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു അമ്മ. ഒരു ദിവസം അമ്മയെ കാണാനില്ല. ഞാൻ കോളേജ് വിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ സാറിൻ്റെ അവിടെയുണ്ട് അമ്മ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ അവിടുന്ന് പെട്ടെന്ന് ധൃതിക്ക് ഇറങ്ങി വരുന്ന പോലെ എനിക്ക് തോന്നി. അമ്മയുടെ മട്ടുഭാവം കണ്ടിട്ട് കുറേ നേരമായി, മണിക്കൂറുകളായി അതിനകത്തുണ്ട്. അങ്ങേർ നേരത്തെ വന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങിയെന്ന് എനിക്ക് തോന്നി. ഞാൻ വരുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും അമ്മ ഓടിച്ചാടി വന്നതാണ്. ഇനി ഇവരെ സസൂക്ഷ്മം നിരീക്ഷിക്കണം. എൻ്റെ നിരീക്ഷണങ്ങൾ എൻ്റെ ക്ലാസ് മുടക്കാനും കുഴപ്പമില്ല, കണ്ടെത്തിയേ പറ്റൂ എന്നെനിക്ക് തോന്നി. മാഡം, അങ്ങനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ 3 വട്ടം പതുങ്ങി വന്നു, പക്ഷേ ഒന്നും കണ്ടെത്തിയില്ല. പക്ഷേ 4ാമത്തെ വട്ടം ഞാൻ പതുങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വീട്ടിലില്ല. അപ്പുറത്തെ വീട്ടിലുണ്ട്. ഞാൻ പമ്മി അവിടെ ചെന്നു. പഴയ വീടായതുകൊണ്ട് അതിനെ കൂടെ നോക്കിയാൽ ഏത് മുറിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണാം. അതുകൊണ്ട് ഞാൻ അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സംസാരം കേട്ടു. സാറേ, സ്ഥിരമായിട്ടിങ്ങനെ ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എന്ത് കുഴപ്പം? ഞാനല്ലേ അവിടുത്തെ ഹെഡ്. എങ്കിലും ഞാനിന്ന് നിന്നെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നത്. അപ്പം അമ്മ കൊഞ്ചുന്നു. എന്താ? അല്ല, നീയെങ്കിലും മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചല്ല. എന്തൊരു സുതാര്യമായ വസ്ത്രമാണിത്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും അതീവ സുന്ദരിയായി മാറും. സാറിന് വേണ്ടി മാത്രമാണ് ഞാൻ ഒരുങ്ങി വന്നത്. ഈ ഡ്രസ്സുകളൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ മാത്രമേ ഞാൻ ഇടാറുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം. എന്ന് വെച്ചിട്ട് ആ ഇഷ്ടങ്ങളൊക്കെ ശരിക്കും തണുപ്പൻ മട്ടിലാണ്. സാറ് വന്നതിൽ പിന്നെയാണ് എനിക്ക് എന്തോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരാളെ കണ്ടപ്പോൾ കൊതി തോന്നിയെന്നൊക്കെ അമ്മ പറയുന്നു. എങ്കിൽ പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് 2 പേരും കൂടി അവിടെ ഉത്സവ കൊടിയേറ്റ് കേളി എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അന്ന് കണ്ടു, എല്ലാം ഞാൻ വ്യക്തമായി കണ്ടു. പക്ഷേ വ്യക്തമായി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയോടുള്ള ദേഷ്യം എനിക്ക് പോയി. അങ്ങേരോടുള്ള ദേഷ്യം എനിക്ക് പോയി. കൗതുകം എനിക്ക് കൂടുകയായിരുന്നു. ആ ഒരാണിനെ ഞാൻ ആദ്യമായി കാണുകയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ മനസ്സിൽ 100 പൂത്തിരികൾ ഒന്നിച്ചു മിന്നി. അങ്ങേരെൻ്റെ പപ്പയുടെ പ്രായമാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. അമ്മ അവസാനിപ്പിച്ച് ഇറങ്ങി വരുന്നതുവരെ ഞാൻ കാത്തു നിന്നു. വാതിൽ തുറന്നിറങ്ങി വന്നപ്പോൾ ഞാൻ മുന്നിൽ തന്നെ നിന്നു. അമ്മ എന്നെ കണ്ട് ഞെട്ടി. പെട്ടെന്ന് എന്താടി നീ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മ എൻ്റെ കൈ പിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടി. നമുക്ക് വീടിനകത്ത് കയറി സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടു. നിങ്ങൾ എന്നെയും എൻ്റെ ട്യൂഷൻ ടീച്ചറിനെയും കുറ്റപ്പെടുത്തി ഓരോന്ന് പറഞ്ഞു. ആക്ച്വലി ഏറ്റവും വലിയ കള്ളി നിങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വാടി വീടിനകത്തേക്ക് എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് കയറ്റി അമ്മ കഥ കടച്ചു. മോളെ, ഇതാരോടും പറയരുത്. അമ്മയ്ക്ക് പറ്റിയ ഒരു മിസ്റ്റേക്കാണ്. പുള്ളിയെ കണ്ടപ്പോൾ എനിക്കൊരിഷ്ടം തോന്നിപ്പോയി. നിൻ്റെ അച്ഛനേക്കാളൊക്കെ ഒത്തിരി ഉയരത്തിൽ നിൽക്കുന്ന ആളാണ്. ഉയരത്തിലാണോ അതോ താഴ്ന്നാണെന്നൊക്കെ ഞാൻ കണ്ടു. നിങ്ങളുടെ എല്ലാ ലീലാവിലാസങ്ങളും ഞാൻ കണ്ടു. അത് മൊബൈലിൽ പിടിച്ചിട്ടുണ്ട്. അച്ഛന് ഡയറക്റ്റ് അങ്ങ് അയച്ചു കൊടുക്കും. എൻ്റെ പൊന്നുമോളല്ലേ, ഇത് അച്ഛനോട് പറയരുത്. അച്ഛനോട് പറഞ്ഞാൽ നമ്മുടെ കുടുംബം തകർന്നു പോകും. അതമ്മയ്ക്ക് നേരത്തെ അറിയില്ലായിരുന്നു. അതൊക്കെ ഞാൻ ഓർത്തതാണ്. പക്ഷേ എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ മോളെ ഇതിൽ, അല്ലാതെ വേറൊന്നുമില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛനോട് പറയാതിരിക്കണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടക്കണമെന്ന്. അത് സാരമില്ല, നീ ആരെ വേണമെങ്കിലും പ്രേമിച്ചു, എങ്ങനെ വേണമെങ്കിലും അയക്കൂ, അമ്മ സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു, അങ്ങനെ ആരെയെങ്കിലും പ്രേമിക്കാനൊന്നും എനിക്ക് വയ്യ. പിന്നെ എന്താ നിനക്ക് ആവശ്യമുള്ളത്? എനിക്കും ഇഷ്ടം ആ സാറിനെയാണ്. എന്താ നീ പറഞ്ഞത്? അദ്ദേഹത്തിന് നിൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട്. അച്ഛൻ്റെ പ്രായമുണ്ടെങ്കിലും ആരുടെ പ്രായമുണ്ടെങ്കിലും എനിക്കും ഇത് തന്നെ. കാരണം
ഇപ്പോൾ കണ്ടപ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. അമ്മ മാത്രമായി. അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റ് വേണ്ട മോളെ, നിനക്ക് പറ്റിയത് ചെറുപ്പക്കാരാണ്, നീ അത് തിരഞ്ഞെടുക്കൂ. അമ്മയ്ക്ക് പ്രശ്നമില്ല, അത് പറ്റില്ല. ചെറുപ്പക്കാരാണോ പ്രായമുള്ളവരാണോ എന്ന് ഞാൻ തീരുമാനിക്കും. അമ്മ ആകെ വലഞ്ഞു. ശരി, അദ്ദേഹത്തോട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പറയുകയാണെങ്കിൽ ഇന്ന് നിശ എനിക്കുള്ളതാണ്. ഇന്നൊരു നിശാഗന്ധിയായി അദ്ദേഹം എന്നെ സ്വീകരിക്കണമെന്ന് മോളെ ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. എന്തായാലും അയാളോട് പറയാൻ അമ്മയോടെ പോയി. പുള്ളി എന്നെ വിളിപ്പിച്ചു. മോളെ, ശരിയാണ്, എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായി, എങ്കിലും നീ എൻ്റെ മകളെ പോലെയാണെന്ന്. ഞാൻ പറഞ്ഞു, എന്തായാലും മകളെ പോലെയാണ്, മകളല്ലല്ലോ, അപ്പോൾ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. എങ്കിലും നിനക്ക് മറ്റൊരു ചോയ്സ് പോരേ മോളെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, കണ്ടപ്പോൾ മോഹം തോന്നിയതാണ്, ഇനിയിപ്പോൾ മാറ്റമില്ല, വീഡിയോ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതോടുകൂടി അയാൾ പറഞ്ഞു, എല്ലാം നിൻ്റെ ഇഷ്ടമെന്ന്. അന്ന് നിശാഗന്ധിയായി ഞാൻ പൂത്തുലയുകയായിരുന്നു. മുട്ടായി നിന്ന് ഞാൻ അന്ന് നിശയിൽ ആകെ വിരിഞ്ഞ് പൂത്ത് മണം തുളുമ്പി. എനിക്ക് അതൊരു ഉല്ലാസയാത്രയായിരുന്നു. ശുഭമുഹൂർത്തമായപ്പോൾ അയാൾ പറഞ്ഞു, മോളെ, നിനക്കിത്തിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടായാലും എന്താണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ലെന്ന്. ആക്ച്വലി ബുദ്ധിമുട്ടുകളേറെ ഉണ്ടായിരുന്നെങ്കിലും ഇഷ്ടപ്പെട്ടത് വരുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവൾ മണ്ടിയല്ലേ. എൻ്റെ ജീവിതം വളരെ രസകരമായി പോവുകയാണ്. എന്തായാലും 1 വർഷം കഴിയുമ്പോൾ പുള്ളിക്ക് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ അമ്മയുടെയും എൻ്റെയും എല്ലാ ആട്ടവും പാട്ടും അവിടെ നിൽക്കുമെന്ന് അറിയാം. പക്ഷേ മാഡം, എൻ്റെ സംശയം അതല്ല. എല്ലാം വിശാലമാക്കി അയാൾ പോയി കഴിയുമ്പോഴേക്കും എൻ്റെ കല്യാണം നടക്കാറാവുമ്പോഴേക്കും ഹസ്ബൻഡിന് സംശയം തോന്നില്ലേ? അതെനിക്കിപ്പോൾ വലിയൊരു പ്രശ്നമായി തോന്നുകയാണ്. കാര്യം സാധാരണ ഒരു മനുഷ്യനല്ലല്ലോ എൻ്റെ കാമുകൻ. അപ്പോൾ അയാൾ പോയി കഴിയുമ്പോഴേക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ അവശേഷിക്കില്ലേ? ഭർത്താവ് അത് മനസ്സിലാക്കും, എനിക്കുറപ്പാണ്. മാഡം, ഇപ്പോൾ സർജറിയൊക്കെ ചെയ്ത് എല്ലാം പഴയതുപോലെ ആക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മാഡത്തിന് ഒരു വീഡിയോയിലും പറഞ്ഞു കേട്ടു. അത് ഉള്ളതാണോ? ഒരു പ്രശ്നവുമില്ലാതെ എല്ലാം പുനഃസ്ഥാപിച്ച് പഴയതുപോലെ പോകാനാകുമോ? അതിന് എത്ര ക്യാഷ് ആകും? അത് നേരത്തെ ഞാൻ കരുതി വയ്ക്കണമല്ലോ. അതുകൊണ്ടാണ് മാഡത്തിന് മെയിൽ അയച്ചതെന്ന്. അപ്പോൾ ശരിയാണ്, കാര്യം പ്ലാസ്റ്റിക് സർജറി മൂലം പല രീതിയിലുമുള്ള മിനുക്കലും ഒരിക്കലും ഒക്കെ നടത്താം. സർജറിക്ക് നല്ലൊരു ചിലവാകും. കാര്യം കോസ്മെറ്റിക് സർജറിക്ക് ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു 2 ലക്ഷം ഇനിഷ്യലി കരുതിക്കോളൂ. എന്തായാലും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊക്കെ എന്ത് കാര്യങ്ങൾക്കും അവർ ഒരു പരിഹാരം തന്നെ കണ്ടുപിടിക്കുകയാണ്. അതിനുള്ള ധൈര്യമുണ്ട്. ആരെയും പേടിയുമില്ല, സിറ്റുവേഷൻസിനെയും പേടിയില്ല. എല്ലാത്തിനും ഒരു ബുദ്ധി അവർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി, അത് മാനേജ് ചെയ്തോളും എന്നുള്ള രീതിയിലായി. പക്ഷേ ഈ കഥയിൽ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ സ്വഭാവം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സർജറികളുണ്ട്. അതൊരു പ്ലാസ്റ്റിക് സർജനെ കണ്ടു കഴിഞ്ഞാൽ ശരിയാണ്, എല്ലാം നേരെയാക്കി കൊടുക്കും. അതിന് ലക്ഷങ്ങൾ ചിലപ്പോൾ ചിലവുമാകും. അത് പണമുള്ളവർക്ക് എല്ലാം ഈസി ആകുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നമുക്കതിലെ സദാചാരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളോട് ചോദിച്ചതിന് മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ.